എടാ നിന്നെയൊക്കെ ഒരു പരിപാടി ഏൽപ്പിച്ചിട്ട് എത്ര നാളായിടാ? എനിക്കൊരു കഥയും കേൾക്കണ്ട. ഒരു പ്ലാൻ പോലും ഡിസൈൻ ചെയ്യില്ല. നീ എന്തിനാടാ ആർക്കിടെക്റ്റാന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞ കറക്ഷൻ നിനക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാൻ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഇന്ന് ഈവനിങ്ങുള്ളിൽ കറക്ഷൻ തീർത്ത് എനിക്ക് പ്ലാൻ കിട്ടണം. ഇതിനകത്ത് വേറെ പറിച്ചില്ല. നാളെ ക്ലയന്റ് മീറ്റിംഗ് ഉള്ളതാ. ഹലോ ഹലോ, ആരാ? അഷി, ഞാനാ താര. ഞാൻ നാട്ടിലുണ്ട്. നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റോ? അറേ ബിസി? ഹലോ അഷി, എന്താ പറ? നാളെ ഒന്ന് കാണാൻ പറ്റോ? നമുക്ക് വിൻസെന്റ് ഗാർഡനിൽ വെച്ച് കാണാം. ഞാനൊരു 10 ആവുമ്പോ അവിടെ ഉണ്ടാവും. ഓക്കെ ദെൻ ബൈ. ഹലോ ഹലോ. എടാ എന്താ പ്രശ്നം? എടാ എടാ താര, എന്റെ പൊന്നുമൈര, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ ഈ നടക്കാത്ത പരിപാടിക്ക് നിൽക്കരുന്ന്. നീ എവിടെയാണെങ്കിലും വേണ്ടില്ല, ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിന്നെ വില്ല കാണണം. മനസ്സിലായല്ലോ? എന്താടാ നീ അത് വിട്ടേ. നമ്മുടെ ഫീലിങ്സ് ഒന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇനി എൻ്റെ ആരും തന്നെ നോക്കി 4 വർഷത്തെ പ്രേമമായിരുന്നു. 6 മാസം DADC സെൻറ്ററിൽ കിടന്നിട്ട് അതൊന്നും ശരിയായത്. എടാ എന്താ നിനക്ക്? എന്താടാ? എടാ എനിക്കവിടെ ഇല്ലാണ്ട് പറ്റില്ല. എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പ്രശാന്ത്. ഓട്ടറാ, അത്രയ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം. ഹായ്. ഹായ്. ലോങ് ടൈം അല്ലേ? യാ, ലോങ് ടൈം. താടിയൊക്കെ ട്രിം ചെയ്ത് ലുക്കായല്ലോ.
താനും കുറേ മാറി. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അല്ല, കുറേ നാൾ കൂടി കാണണമെന്ന് പറഞ്ഞപ്പം താടിയൊക്കെ നീട്ടി വളർത്തി ഭയങ്കര സെൻറ്റി അപ്രോച്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഏത് ഈയിടെ ഇറങ്ങുന്ന ഷോർട്ട് ഫിലിമിലെ പോലെ കാനഡ എന്നോ അല്ലെങ്കിൽ UK എന്നോ പഴയ ഗേൾ ഫ്രണ്ട് വരും, രണ്ടുപേരും മീറ്റ് ചെയ്യും, കുറേ നേരം സംസാരിക്കും, സെറ്റോ അങ്ങനെയാണോ? ഏറെക്കുറെ. ബട്ട് നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, സോ സെറ്റാവല് നടക്കില്ലല്ലോ. അതും ശരിയാണ്. അല്ല പറ, എങ്ങനെ പോകുന്നു ഫാമിലി ലൈഫൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഉവ്വ, ഞാൻ അഖിലായി ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എപ്പോഴും തല്ലാന്ന്. ഫാമിലി ലൈഫല്ലേ, ഇടയ്ക്ക് തല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, അവിടെ എങ്ങനെ പോകുന്നു ലൈഫ്? വൺ ബോറ്. 1-2 ലീവ് റിലേഷനൊക്കെ ഉണ്ടായി, പക്ഷെ ഒന്നും വർക്കായില്ല. സോ കറൻ്റ്ലി ഫ്രീ. ബെസ്റ്റ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ആ പറ. ശരിക്കും എന്തിനാ അന്ന് വിട്ടിട്ട് പോയത്? ഐ എക്സ്പെക്റ്റഡ് ദിസ്. സി ആഷി, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് നിന്റെ വൈബ് ഇഷ്ടമായത് കൊണ്ടാണ് നമ്മൾ ലവേഴ്സ് ആയതെന്ന്. അതുമാത്രമല്ല, എനിക്ക് ആ വൈബാണ് ഇഷ്ടം. ലൈഫ് ഇങ്ങനെ കൂളായി മാക്സിമം എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. അതായത് നിൻ്റെ കൂടെയുള്ള എല്ലാ കുഞ്ഞു മൊമെൻ്റ് പോലും ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ പോകുമ്പം നീ വന്ന് കല്യാണം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ കാൻ ആക്സെപ്റ്റ് ഇറ്റ്. പിന്നെ നിൻ്റെ മൂഡ് മുഴുവൻ മാറി, നീ ചേഞ്ചായി. സോ അങ്ങനെയൊക്കെ വന്നപ്പം ഈ ഫാമിലി ലൈഫ് ഒന്നും എനിക്ക് സെറ്റാവില്ല. എന്നെ കിട്ടിയിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഉള്ള ഫാമിലി ലൈഫ് ഒന്നും കിട്ടില്ലായിരുന്നു. എന്നാലും ഒരു പ്രോപ്പർ ക്ലോഷർ തരായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവുന്ന സമയം ആയിരുന്നല്ലോ. ചുമ്മാ പഴയത് പറഞ്ഞ് മൂഡ് കളയല്ലേ. നമുക്ക് ഇവിടെ ഒരു വൈബില്ല, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം. എങ്ങോട്ട്? ചുമ്മാ എങ്ങോട്ടേലും വാ വാ. നൈസ് കാർ. അപ്പം മൊത്തത്തിൽ രക്ഷപ്പെട്ടു. അല്ല, എന്താ പെട്ടെന്നൊരു ഒരു? പെട്ടെന്നൊന്നുമല്ല, ഞാൻ വന്നിട്ട് കുറേ ബാംഗ്ലൂരുണ്ടായി. പിന്നെ ഫ്രണ്ട് നീതുവിൻ്റെ കല്യാണം, സോ അതിന് വന്നെയാ. അല്ല, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നേരെ പോട്ട് പോയി. എന്താ പേടിയുണ്ടോ എൻ്റെ കൂടെ വരാൻ? എന്തിന്? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, സോ ആരെങ്കിലും കണ്ടപ്പോൾ എന്താ, ഒരു ചെക്കനും വേണം കാറി പണിയിപ്പോൾ എന്താ റൂമൊന്നുമല്ലോ എടുത്തത്? റൂം എടുത്താൽ ഇപ്പം എന്താ? ഹലോ എൻ്റെ പൊന്നാശി, നമ്മുടെ നാടേ ശരിയല്ല, അതൊക്കെ അങ്ങ് അബ്രോഡ്, ചുമ്മാ ചിൽ ലൈഫ്. അതെ, നീ അവിടെ വളർന്നോണ്ട് തോന്നുന്ന. സാർ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് എടുത്തൊരു യൂ ടേൺ എടുക്കും. അവിടെ ഒരു ചിൽ സ്പോട്ട് ഉണ്ട്, നമുക്ക് 2 ചായ കുടിച്ചിട്ട് സംസാരിക്കും. നല്ല ബെസ്റ്റ് ടൈം, കൊല മഴ. നിന്റെ കയ്യിൽ കുടയുണ്ടോ? പിന്നെ ഞാൻ കുടയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഓ, എന്നാ ഇവിടെ ഇരിക്കാം, മഴ മാറ്റാൻ. പിന്നെ അതിന് കട തുറന്നിട്ടില്ലല്ലോ, മഴ തന്നെയല്ലേ. അടക്കി കട തുറക്കട്ടെ. എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം.
അഷി, ആ പറഞ്ഞു. ഞാൻ നിന്റെ ഷോൾഡറിലൊന്ന് കിടന്നോട്ടെ? എടോ അത് പറ്റില്ല എന്ന് പറയരുത്. പഴയ സ്പ്രേ തന്നെയാണല്ലേ? സെയിം സ്മെൽ. നീ ഇതൊക്കെ ഓർത്തിരിക്കണ്ടോ? യെസ്. ഇതുപോലൊരു മഴയത്ത് നീ എന്നെ ഫസ്റ്റ് യൂസ് ചെയ്ത്. I'm sorry. It's okay. നീ എന്നെ മറന്നിരുന്നോ? Do you miss me? നീ എനിക്ക് എല്ലായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു താര. നിന്നെ മാത്രം ആലോചിച്ച് എന്നെ തന്നെ ഇല്ലാണ്ടാക്കിയ 5 വർഷം. അന്ന് നീ എല്ലാം നിർത്തി പോയപ്പോൾ നീ ഒന്ന് തിരികെ വരാൻ, നിന്റെ സൗണ്ടൊന്ന് കേൾക്കാൻ അത്ര ആഗ്രഹിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ ഓർമ്മകളിൽ മാത്രം ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ. നമ്മൾ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ ഒരു ദിവസം ഒന്നും പറയാണ്ടങ്ങ് പോയി. എടി, അത് കഴിഞ്ഞ് കുറേ വർഷം നിന്നെ കാണൂ, എല്ലാം പഴയതുപോലെ ആവുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഭ്രാന്തായി. ഭ്രാന്തെന്ന് വെച്ചാൽ എടി നീ ചത്തുപോയത് എനിക്ക് എത്ര വിഷമമില്ലായിരുന്നു. ദൈവത്തെയാണ്. അഷി, ഞാൻ ഇത്ര വർഷം ഞാൻ വെയിറ്റ് ചെയ്തില്ലേ? നീ അന്ന് എന്നെ ഈ സ്ഥലമൊക്കെ വിട്ട് നീ പോയി. പിന്നെ ഞാനിവിടെ എങ്ങോട്ട് പോയാലും നമ്മൾ ഒരുമിച്ച് പോയ സ്ഥലവും ഓർമ്മകളും ചത്ത് ജീവിച്ച് ഒരുപാട് സമയമെടുത്തു അതിൽ നിന്നും പുറത്തു വരാൻ. അവസാനം മോൻ്റെ ജീവിതം നശിക്കുന്ന കരുതിയപ്പോഴാ വീട്ടാൻ നിർബന്ധിച്ച് മായയെ കൊണ്ട് കെട്ടിച്ചത്. ഇത്രയും വർഷമായില്ലേ? You have to move on. Move on. All these years, I thought I was moved on. പക്ഷെ ഞാൻ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക മാത്രമാണ് ചെയ്തതെന്ന് ഇന്നലെ നിൻ്റെ കോൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിതിപ്പോൾ അത് എന്ത് തന്നെയായാലും, എത്ര വാല്യുബിൾ മെമ്മറി ആണെങ്കിലും, എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. ലൈഫിൽ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എൻ്റെ കൂടെ നിന്ന ഒരാൾ. അവളെ മറന്നുകൊണ്ട് ഒരു പ്ലഷറിനോട് എനിക്ക് താല്പര്യമില്ല. നോക്ക്, എനിക്ക് നിൻ്റെ അത്ര ലോകപരിചയമൊന്നുമില്ല. ഉള്ള അറിവ് വെച്ച് ഞാൻ ഒരു കാര്യം പറയും. ഒരാൾ ഹാപ്പിയായി നിൽക്കുമ്പോഴല്ല അയാളുടെ കൂടെ നിൽക്കേണ്ടത്, അയാൾ തകർന്നിരിക്കുമ്പോഴാണ്. നീ വിളിച്ചപ്പോൾ ഞാൻ വന്നത് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് വീണ്ടും റിലേഷൻഷിപ്പ് തുടങ്ങാനോ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടാക്കാനോ ഒന്നുമല്ല. എന്തിനാണ് നമ്മൾ പിരിഞ്ഞതെന്ന് എനിക്ക് അറിയണമായിരുന്നു. എൻ്റെ മനസ്സിലെ ഭാരം എനിക്ക് ഇറക്കി വെക്കണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഇനി ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ വരണ്ടായിരുന്നല്ലേ? അല്ല, നീ വന്നത് നന്നായി. എന്തോ എല്ലാം ഈ മഴയിൽ ഒലിച്ചു പോയ പോലെ. താങ്ക്സ്. She is lucky. Very lucky.
ഞാനിവിടെ ഇറങ്ങാണ്. താൻ വിട്ടോ. ഞാൻ ഡ്രോപ്പ് ചെയ്യും. വേണ്ട, താൻ വിട്ടോ. ഞാൻ കരുതിയത് എല്ലാ ബോയ്സും സെയിമാണ്. ബട്ട് യു ആർ ഡിഫറെൻറ്റ്.